ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മത്സരാർത്ഥിയായി എത്തിയതോടെ ഏറെ ശ്രദ്ധ നേടിയ താരമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ റെന ഫാത്തിമ. കോഴിക്കോട്ടുകാരിയാണ് റെന. സോഷ്യൽ മീഡിയയിൽ റീൽസുകളും മറ്റുമായി സജീവമായി നിൽക്കുന്ന റെന സാമൂഹ്യ വിഷയങ്ങളിൽ പ്രതികരിക്കാറുണ്ട്. സ്വാഭാവികമായും അശ്ലീല കമന്റുകളും അധിക്ഷേപങ്ങളുമൊക്കെ റെനയ്ക്കും നേരിടേണ്ടി വരാറുണ്ട്. തന്റെ ഒരു പോസ്റ്റിൽ മോശം ഭാഷയിൽ കമന്റിട്ടയാളെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ് റെന ഫാത്തിമ ഇപ്പോൾ. ആളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചുവെന്ന് മാത്രമല്ല, അയാളുടെ പ്രൊഫൈലും പേരുമെല്ലാം പരസ്യമാക്കുകയും ചെയ്തു. സങ്കടവും സന്തോഷവും ഒരുമിച്ച് വരുന്ന നിമിഷത്തിലാണ് തനിക്ക് നേരെ വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് വന്നത്. കണ്ടപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെടണമെന്നാണ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ആ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് കമന്റിട്ട വ്യക്തി ഒരു 16 വയസ്സ് മാത്രം പ്രായമുള്ളയാളാണെന്ന് മനസ്സിലായതെന്ന് റെന പറയുന്നു. ആ കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചുവെന്ന് മനസ്സിലായ അവൻ അത് ഉടനടി ഡിലീറ്റാക്കി. കമന്റ് നേരത്തെ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. ഞാൻ ആ സ്ക്രീൻഷോട്ട് അവൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ സ്ക്രീൻഷോട്ട് വെച്ച് നിന്റെ പേരിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ തെറ്റിപ്പറ്റി പോയതാണ്, പോലീസിൽ പരാതി നൽകിയാൽ അവൻ്റെ ഉമ്മ വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് അവൻ പറഞ്ഞു. നിന്റെ ഉമ്മയും കൂടി അറിയട്ടെ നിന്റെ സ്വഭാവമെന്ന് മറുപടി മെസ്സേജ് അയച്ചു. പിന്നെ അവൻ പോലീസിൽ പരാതിപ്പെടരുതെന്ന് പറഞ്ഞ് എൻ്റെ കൈയും കാലും പിടിച്ചു. അവന് കണ്ണിൽ ചോരയില്ലെന്ന് കരുതി എനിക്ക് അങ്ങനെയാകാനാകില്ലല്ലോ. ശരി, ഞാൻ അവനോട് പറഞ്ഞു, എന്നോടും ബാക്കിയുള്ള പെൺകുട്ടികളോടും സോറി പറയുന്ന ഒരു വോയിസ് അയച്ചു തരാൻ. എനിക്ക് മനസ്സിലായി തെറ്റ് എൻ്റെ ഭാഗത്താണെന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെടുക എന്നായിരുന്നു റെനയുടെ വാക്കുകൾ. വീഡിയോ ഇതിനോടകം 10 ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു കഴിഞ്ഞു. സമൂഹത്തിൽ നല്ല പുരുഷന്മാരും ഉണ്ടെന്ന് പറഞ്ഞ് തനിക്ക് കൊല്ലം ബസ് സ്റ്റോപ്പിൽ വെച്ചുണ്ടായ ഒരു അനുഭവം പങ്കിട്ടും റെന എത്തിയിരുന്നു. രാത്രി 10 മണി സമയം കൊല്ലത്ത് നിന്നും കൊച്ചിയിലേക്ക് വരാനായി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു റെന ഫാത്തിമ. ഒറ്റയ്ക്കാണ്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നതാണ്. കൊച്ചിയിലേക്ക് പോകാനുള്ള ബസ് കാത്തിരിക്കുകയായിരുന്നു. ഒരു ചേട്ടൻ ബസ്സിറങ്ങി വന്നിട്ട് മോൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. അറിയാത്ത ആളായതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ചില്ല. ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെയിരുന്നു. കുറേ സമയം ആ ചേട്ടൻ എൻ്റെ അടുത്തിരുന്നു. ഞാൻ വിചാരിച്ചു ആരെയെങ്കിലും കാത്തിരിക്കുകയാകുമെന്ന്. 10 മിനിറ്റ് മൂപ്പര് എൻ്റെ അടുത്തിരുന്നിട്ട് പറയുകയാണ്, എന്നാൽ ഞാൻ പോട്ടോ മോളെ, ആരെങ്കിലുമൊക്കെ വരും കൂടെ, അവിടെ പിക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമെന്ന്. മോളുടെ പ്രായത്തിലുള്ള മകള് എനിക്കുമുണ്ട്. അപ്പോൾ മോള് സേഫ് ആണോ എന്ന് നോക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞു. നല്ല പുരുഷന്മാരുമുണ്ടെന്ന് പറയില്ലേ, അതിനൊരു ഉദാഹരണമാണ് ഈ ചേട്ടൻ. എനിക്ക് ഭയങ്കര ജെനുവിനായിട്ടാണ് തോന്നിയതെന്നായിരുന്നു സംഭവത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റെന ഫാത്തിമയുടെ വാക്കുകൾ.